മാനായിട്ട് പറഞ്ഞ അങ്ങ് തരും. വെളിയിൽ ഇറങ്ങടേ അങ്ങ്. അതിന്റെ പൈസ കിട്ടിയടേ. എനിക്ക് പിന്നെ ഇങ്ങനെ ചോദിക്കില്ലല്ലേ. അതാണ് നമ്മൾ പറയണ്ട. അവർക്ക് മുതലായ വില അവർ പറയുന്നത്. നമ്മൾ ആവശ്യ കാര്യങ്ങൾ മുതലായില്ലേ കൊള്ളാം. അതുങ്ങൾ എത്ര മാസത്തെ വളർത്തി? അതുങ്ങൾ എത്ര മാസത്തെ വളർത്തി? അതൊക്കെ വളർത്തുന്നവരെ കഴിവുമല്ലേ ഇരിക്കും. അത് കുഴപ്പമില്ല. പൈസ വണ്ടിക്കൂലി എടുത്തെങ്കിലേ കന്നാലി കൊണ്ടുപോകാൻ പറ്റൂ. എന്നാ പിടിച്ചോ. ഇല്ല 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 പോത്ത് എങ്ങനെയാ പോത്തെന്ന് നോക്കും. നിനക്ക് 25 രൂപ ആവട്ടെ. നമ്മളിവിടെ ഒരു മട്ടൻ്റെ ഭാഗത്ത് 10,000 ചിലവാക്കിയാലും ഇവിടെ കൊണ്ടുപോകും. നിനക്കിപ്പോൾ 2,000 രൂപ ചിലവാകണം. ഇല്ല 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 പിന്നെ നിൽക്കട്ടെ. പിന്നെ അല്ല ചെയ്യണം. ഈ 2 കുട്ടി നിങ്ങൾ വാങ്ങിക്കില്ലെന്ന് പറഞ്ഞ പിന്നെ ഇത് 5 നാണ പിടിയാണ്. മായരെണ്ണ 500 രൂപ കൊടുക്കണം. അതിനുള്ള നല്ല പോത്തൂട്ടി. നീ പോത്തൂട്ടി കൂടെ നോക്കിയിട്ട് വില അറിയാം. നീ ഇങ്ങനെ കന്നാലിക്ക് ചവിട്ടി പിടിച്ച് വില അറിഞ്ഞ എങ്ങനെ നിനക്ക് വേണോ? 22 രൂപ 16 രൂപ അടുത്ത് തന്നെ. അതൊക്കെ അങ്ങനെ തന്നെ. നമ്മളെ മക്കളെ വളർത്തിയെടുക്കുമ്പോഴത്തേന് എത്ര കൊല്ലം കഴിഞ്ഞാൽ മക്കൾ വലുതാവണം. അപ്പൊ അതിനൊക്കെ തന്നെ ഇല്ല 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 നീ ചവിട്ടി പിടിക്കാതിരി. നിങ്ങളുടെ അടുത്തുനിന്ന് അങ്ങനെ പറയില്ലടേ. നീ ഈ കുട്ടിയൊക്കെ അങ്ങനെ വില പറഞ്ഞേ. ഒന്നുമില്ല. ഇനി പറഞ്ഞു പറയാൻ എത്ര നാളെടുക്കണം. അതൊക്കെ അങ്ങനെ തന്നെ.